ഈ വീട്ടിൽ ഒരു നിക്കാഹേ കഴിഞ്ഞിട്ടുള്ളൂ, ഓൾഡേ, അതും ഞാൻ മനസ്സ് വെച്ചോണ്ട്. ഇനി നമ്മുടെ സക്കീറിന് ഒരു പെണ്ണ് കാണണം. രണ്ടും ഒരുമിച്ചായാലും കുഴപ്പമൊന്നുമില്ല. ആ, എല്ലാത്തിനും ഞാൻ തന്നെ മുൻകൈ എടുക്കണ്ടേ? ആ, അവരെത്തിയല്ലോ. ഇതാരപ്പത്? സക്കീർ ഹുസൈൻ. ആരാ മനസ്സിലായില്ല? ശിവപുരം സ്കൂളിലെ ടീച്ചർമാരാ. വിളിച്ചില്ലെങ്കിലും വന്നു എന്നൊന്ന് പറയാനാ. ആളെന്തേ? വിളിച്ചില്ലെങ്കിലും വന്നു എന്നൊന്ന് പറയാ. ആയിക്കോട്ടെ, ചെന്ന് കുഞ്ഞാക്കനോട് വിളിച്ചില്ലെങ്കിലും വന്നു എന്നൊന്ന് പറ. ചെല്ല്. ആ, കയറിയിരിക്കുക. വിളിക്കാതെ വന്നവര് പറയാതെ ഇരിക്കണം. വാ. കുഞ്ഞാക്ക, വിളിച്ചില്ലെങ്കിലും വന്നു എന്ന് പറയാൻ പറഞ്ഞു. ആര്? ഏതോ പെണ്ണുങ്ങളാ. പെണ്ണുങ്ങൾ? സക്കീറെ, അന്നെ കാണാനാ. അതെയോ? അതെ, ഇത് നമ്മളെ ബസ്സിലെ ടീച്ചർമാരാ. ബസ്സിലെ ടീച്ചർമാർ? ടീച്ചർമാര് സ്കൂളിലല്ലേ? ബസ്സിലെ ടീച്ചർമാർ തന്നെയാണ് സ്കൂളിലെ ടീച്ചർമാര്. അതെങ്ങനെയാടോ? ബസ്സിലെ ടീച്ചർമാരല്ല, യാത്രക്കാര്. അതന്നെ. നിശ്ചയക്കാരി എവിടെ? ഒന്നാമത്തെ കൂട്ടിക്കോളി, ഞാൻ തപ്പത്തി. ഇവൻ എന്താ ഈ പുളിറുമ്പ് കടിച്ച പോലെ? വാസുട്ടേ, എന്തോ? അല്ലടോ, ആ ടീച്ചർമാർ വന്നിട്ടൊരു 3-4 മോലെ എങ്ങനെ എത്തി? കാറിനായിരിക്കും. ആരാ വിളിച്ചത്? കാർ അവരെന്നെ വിളിച്ചായിരിക്കും. ആരല്ലടോ, ഓല ആരാ വിളിച്ചെന്നാ ചോദിച്ചത്. ഞാൻ കസ്റ്റമറുകളല്ലേ, 4 ഫുൾ ടിക്കറ്റ് കളയണ്ടാന്ന് കരുതി. ഫുൾ ടിക്കറ്റ്? ആ 4 ഫുൾ ടിക്കറ്റിൽ ഒരു ടിക്കറ്റ് ഏതാണെന്നറിയോ? കുഞ്ഞാക്കൊക്കെ വീണ ടിക്കറ്റാ. ആണോ? ഹലോ, മുണ്ടാപ്പൂച്ച കാത്തിരുന്ന് നല്ല കലം തന്നെ നോക്കി ഉടച്ചല്ലേ. കളിയൊക്കെ പുറത്ത് എത്തിലോ. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. വൈകിപ്പോ ഞാനൊന്ന് പേടിച്ചു. അവളുടെ കല്യാണങ്ങൾ നിരവധി അങ്ങനെ മുടങ്ങിയിട്ടുണ്ട്. എന്റെ ഉപ്പ ഇതുകൊണ്ട് പൊക്കി പറയല്ല, എന്തെവിടെ എപ്പ പറയണമെന്ന് ഉപ്പക്കറിയില്ല. ആളൊരു നിഷ്കളങ്കനാണേ. ആകെ ഒരൊറ്റ കണ്ടീഷനേ ഞങ്ങൾക്കുള്ളു. ഇന്റെ മോള്, ഇവന്റെ മൂത്താള്, ഭർത്താവും മക്കളുമായിട്ട് സ്റ്റേറ്റ്സിലാ. ചാടിപ്പിടിച്ചെത്താനാവൂല അവർക്ക്. അപ്പോ അവർക്ക് വേണ്ടി ഈ കല്യാണം നീട്ടി നിശ്ചയിക്കണം എന്നല്ലേ? വളയിട്ടുറപ്പിച്ചു കഴിഞ്ഞാ കല്യാണം കുറച്ചങ്ങോട്ട് തള്ളിയാവുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂലല്ലോ. ഏയ്, എല്ലാവരുടെയും സൗകര്യമല്ലേ നോക്കണ്ടേ? അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്തേ? സെലീനാനെ ഇങ്ങോട്ട് കൊണ്ടാ. ഒരു കാര്യം കൂടി ഉറപ്പുവരുത്തിയിട്ട് മതി വളയിടല്. ഇനിയിപ്പ എന്താ? ഒക്കെ പറഞ്ഞു ഉറപ്പിച്ചില്ലേ നമ്മള്? ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അക്കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല. എന്താ അത്? എന്താന്ന് നിങ്ങൾക്ക് അറിയില്ലേ? സെലീനാക്ക് ഇപ്പൊ വയ്യായ്മ ഒന്നും ഇല്ലാന്ന് നമ്മളമ്മ പറഞ്ഞല്ലേ, നിങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. പിന്നെപ്പോ സെലീനാന്റെ അസുഖല്ലേ മാറിയിട്ടുള്ളൂ. ഇവിടെ വേറൊരാൾക്കൊരു അസുഖം ഉണ്ടല്ലോ. വേറെ ആൾക്ക് അസുഖം? ആ, പാട്ടിന്റെ അസുഖം. കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പേ കുഞ്ഞാക്കൊരു പാട്ട് പാടണം. എന്റെ സെലീനാന്റെ കല്യാണം ഉറപ്പിക്കാൻ ഒന്നല്ല 1000 പാട്ട് ഞാൻ പാടും. ഈ പെട്ടിന്ന് വലിയെടുത്ത എവിടെയാടോ? എന്റെ ഇക്ക അങ്ങളൊന്ന് കിട്ടാച്ച ചില്ലറ അധ്വാനൊന്നുമല്ല. ലാൻഡ് ഫോൺ എപ്പോ നോക്കിയാലും ട്രബിള്, മൊബൈൽ ആണെങ്കിൽ എപ്പോഴും ഓഫും. എന്തായിരുന്നു നമുക്ക് ഇത്ര അത്യാവശ്യമായിട്ട്? പുതിയ കസ്റ്റംസ് ഓഫീസറില്ലേ, എന്ത് ചെയ്തിട്ട് നമ്മളെ ഒഴുക്കി വരുന്നില്ല. നമ്മുടെ കുറച്ച് സാധനങ്ങളായാലും പിടിച്ചു വെച്ചിരിക്കുക. അനക്കില്ലാത്ത ബന്ധം എനിക്കുണ്ട് ഫസിലെ, കസ്റ്റംസിലും പോലീസിലും ഒക്കെ. ആ ജാഫറെ, എറണാകുളത്തൊന്ന് പോവാ. കാശ് കുറെ പണ്ടാറടക്കിയാലും കുഴപ്പമില്ല, സാധനങ്ങൾ ഇറക്കി കൊണ്ടുവരണം.
പിന്നെ എത്ര വളച്ചിട്ടും വളയില്ലെങ്കിൽ അങ്ങോട്ട് ഓടിച്ചേക്ക്. മട്ടാഞ്ചേരിയിൽ നമ്മുടെ കുട്ടികളില്ലേ, മേല് വേനയാകുമ്പോ ഏത് ഓഫീസർ നമ്മളെ വഴിക്ക് വരും. ഒന്നും രണ്ടും പറയുമ്പോഴത്തേനും വെട്ടിനും കുത്തിനും ഫസലേക്ക് ഒന്ന് അടങ്ങ്. ഞാൻ ആരെ കൊണ്ടെങ്കിലും ഒന്ന് വിളിപ്പിച്ചു നോക്കട്ടെ. വെട്ടൊന്ന് തുണ്ടൻ രണ്ട്, ഞാൻ അതാ പഠിച്ചിക്കണ്. കക കയറിയാലോ? ആ ഈ ഇവിടെ ഉണ്ടല്ലേ? അല്ല ഇത് എങ്ങട്ടാ പൊടുത്തൊരുങ്ങിയൊരു ഇറക്കം? ഓള് സ്കൂളിലേക്കല്ലേ? ഓ പഠിച്ചു തീർന്നില്ലേ എപ്പോഴും? പഠിക്കാനല്ല, പഠിപ്പിക്കാനാ. ആ അതന്നെ ഉദ്ദേശിച്ച്. ഒക്കെ കാക്കാന്റെ കുഴപ്പാ, ലാളിച്ച് നാശാക്കി. അതിന് ഉമ്മല്ലാത്ത കുട്ടി എന്നൊരു ഹേതു. ഞാൻ കുറെ കാലം തലമുണ്ടാക്കിയിരുന്ന് പഠിച്ച കാര്യങ്ങള് 10 കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് എന്താ ഇത്ര വലിയ തെറ്റളേപ്പാ? ഓ അതുകൊണ്ട് വേണ്ട ഇവിടെ കുടുംബം കഴിയാൻ. അതെ, ദുബായിലൊരു 1-ാം കട ബിസിനസ് ഗ്രൂപ്പിലെ ചെക്കനുമായി അന്റെ കല്യാണക്കാരൻ ഞങ്ങൾ പറഞ്ഞു ഉറപ്പിക്കാൻ പോവാ. എന്തേ കല്യാണത്തിന് നേരാവുമ്പോ ഉപ്പാനോട് ഇളയപ്പാനോടൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇക്കാക്ക് സൂക്ഷിച്ചോ, നൂലോണ്ട് കെട്ടേണ്ടത് ഒടുവിൽ ചങ്ങലോണ്ടാവണ്ട നോക്കിയാ നല്ലത്. പണ്ടൊക്കെ ദുബായിൽ പോയാല് ചെറുപ്പക്കാര് 10 ഉറുപ്പ്യ ഉണ്ടാക്കിയിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞതിന്റെ കാര്യം എന്താണെന്നറിയോ? കിട്ടണ കാശ് നശിപ്പിക്കാനുള്ള എല്ലാ വഴികളും അവിടെ ഉണ്ടെന്നാണ് കേൾക്കണത്. അത്യാവശ്യത്തിന് മാത്രം കായ് ചെലവാക്കുക, ബാക്കി എന്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് എത്തിക്കുക. ബാങ്കിൽ കൂടെ വേണ്ട, കൊയല് വഴി. മനസ്സിലായ? ബാ പോയി വരട്ടെ. നന്നായി വരും എന്റെ കുട്ടി. ഉമ്മ ഇറങ്ങട്ടെ, ഫോണുണ്ടല്ലോ, ഇടയ്ക്ക് വിളിച്ചോണ്ടിരിക്കാം. ഫോൺ വിളിക്കുമ്പോ കുഞ്ഞാക്കിക്ക് സുഖാണോ ഉമ്മാക്ക് സുഖാണോ എന്നൊന്നും ചോദിക്കണ്ട. നീ ഇവിടുന്ന് പോയി മടങ്ങി വരണവരെ ഇവിടെ എല്ലാവർക്കും സുഖമുണ്ട്. ഫോൺ വിളിക്കുമ്പോ പണം അയച്ചു എന്നൊരു വാക്ക് മാത്രം പറയാ, ഫോൺ അവിടെ വെക്ക. മനസ്സിലായ? ആ രണ്ട് പെങ്ങന്മാർക്ക് ഒരാങ്ങള. ആണായിട്ട് ഒറ്റക്കായിരുന്നു കുഞ്ഞാക്ക. പിന്നെ ഈ വളർന്നപ്പോ ഒരു തുണയായി. ഇപ്പൊ ഈ പോകുമ്പോ പിന്നെ ഒറ്റയ്ക്കാവണ പോലെ, ഒരു താളം പോണ പോലെ. പോവാണ്ട് പറ്റൂലല്ലോ. കുഞ്ഞാക്ക വരണില്ലേ എയർപോർട്ടിലേക്ക്? കുഞ്ഞാക്ക എന്നും എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ അവിടെ വന്ന് ഈ എന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പറന്നകന്ന് പോണ കാണാൻ എന്നെ കൊണ്ടാവൂല. മനസ്സിൽ നല്ലത് വിചാരിക്കണം. നല്ലത് വിചാരിക്കുന്നവർക്ക് നല്ലത് വരും. പടച്ചോൻ കാക്കട്ടെ. ചെല്ല്. ഇവിടെ ഒരാള് ടിക്കറ്റ് എടുക്കാണ്ടല്ലോ. ആരാ ടിക്കറ്റ് എടുക്കാണ്ടേ? ഹലോ, നിങ്ങളുടെ ടിക്കറ്റ് എടുത്തോ? പിന്നിൽ ഒരാളെടുത്തല്ലോ. പിന്നിൽ ഒരാളുള്ള ഒരുപാട് പേര് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്റെ ടിക്കറ്റ് പുറകിൽ താടി വെച്ച ഒരാളെടുത്തിട്ടുണ്ട്. പുറകിൽ താടി വെച്ചാണ്. നിൽക്കുന്നു. ഹലോ, ഇയാളെ ടിക്കറ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? എന്ത് അയാൾ ടിക്കറ്റ് ഞാൻ എടുക്കേ? ഞാൻ ടൈപ്പ് അല്ല, ഞാൻ എന്റെ ടിക്കറ്റ് എടുത്തില്ല. അതെ, ഞാൻ PC-യാ. ആ ശബരിമല വ്രതത്തിലാ. സ്വാമിയേ ശരണമയ്യപ്പ. കളിപ്പിക്കാണ്ട് കായെടുക്കായി. സ്വാമിയേ ശരണമയ്യപ്പ. ഈ ബസ്സിനുള്ളിൽ ആൾക്കാരുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നൊയഞ്ഞു കയറ്റുണ്ടല്ലോ. ഈ പണിയൊന്ന് എടുത്തു നോക്കണം. അപ്പൊ അറിയാൻ എന്റെ ബുദ്ധിമുട്ട്. എങ്ങട്ടാ? കുതിരോട്ടത്തേക്ക് ഊളം പറക്കി വണ്ടി പോകില്ല. പൂങ്ങളം പഠിക്കൊരു ടിക്കറ്റ് തരാം. അവിടെ ആണെങ്കിൽ ഇമാതിരി പ്രാന്തിന് നല്ല ചികിത്സ കിട്ടും. ചെക്കിങ്ങാ? രാവിലെ വണ്ടിയായിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ, ബാക്കിയുള്ള കഞ്ഞൂടി മുട്ടിക്കാനായിട്ട്. ഉത്തരവാദപ്പെട്ട ആരെന്ന് വെച്ചാ പുറത്തേക്ക് വരണം. താനീ ബസിന്റെ കണ്ടക്ടറാണ്, ഓണറുമാണ്. അത് ബസിന്റെ റോഡ് തന്റെ തന്തയുടെ വകയൊന്നുമല്ലല്ലോ. എന്റെ യാത്രക്കാലം മുമ്പ് വെച്ച് നിങ്ങൾ തന്തക്കും തളങ്ങും വിളിക്കണ്ട. തന്തയുള്ളവർക്ക് അത് കേൾക്കാൻ ലേശം ബുദ്ധിമുട്ടാ. നിങ്ങൾ കാര്യം പറഞ്ഞോളി. ഓ എടോ കോപ്പേ, റോഡ് മറ്റ വാഹനങ്ങൾ, യാത്രക്കാർ, വഴി യാത്രക്കാർ, ഇതിനോടൊക്കെ സർക്കാരിനും ഡിപ്പാർട്ട്മെന്റിനും ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. റോഡ് ടാക്സ് അടയ്ക്കാത്ത, റോഡിൽ ഇറങ്ങാൻ പെർമിറ്റ് ക്യാൻസൽ ആയി തകരപ്പെട്ടി ഉരുട്ടിക്കൊണ്ട് നടക്കാൻ തനിക്ക് ഇത്രയും ചങ്കൂറ്റോ?
സർ ടാക്സി നമ്മൾ തെറ്റിച്ചിട്ടില്ല. ഹ, എടോ ഇതേ തന്റെ അമ്മയുടെ അടുക്കളയിൽ നിന്നുള്ള കടലാസല്ല, RTO ഓഫീസിലെ രേഖകളാ. വണ്ടിയുടെ പെർമിറ്റ് ക്യാൻസൽ ആയി 2 ദിവസം കഴിഞ്ഞു. അനധികൃതമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ, മനസ്സിലായോ? ഇത് റോഡിൽ ഓടാൻ പാടില്ല, ഇനി ഓടുന്നുമില്ല. ആ എല്ലാവരും ഇറങ്ങ്, വേഗം വേഗം. മൈത്രി ചത്തു, ഇനി ശവം തൂക്കിക്കൊണ്ട് പോകുന്നത് കാണാം. സാർ എവിടെയോ എന്തോ പേവ് പറ്റിയതാണ്. ചെയ്യരുത് സാർ. ചെയ്യാതെ പിന്നെ സാർ നിങ്ങൾക്ക് ലേശം സമയം തന്നെ സാർ. കൊണ്ടുപോരുത്. എന്റെ ജീവിതം അത് ജീവനാണ്. പൊക്കിക്കൊണ്ട് പോളാ പുല്ല്.